എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 30-31. മത്തായി 12:30-31. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ, രോഗികൾക്ക് ലഭിക്കുന്ന സൗഖ്യം, ഭൂതഗ്രസ്തർക്ക് നൽകിയ വിടുതൽ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുള്ള വിമർശനത്തിൻ്റെ മറുപടിയായി കർത്താവ് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരു നിഷ്പക്ഷ നിലയിലല്ല, അതായത് അവന് അനുകൂലമല്ലാത്തവൻ അവന് പ്രതികൂലമാണ്, ചേർക്കാത്തവൻ ചിതറിക്കുന്നു. യേശു പറഞ്ഞത്, സകല പാപവും മനുഷ്യരോട് ദൈവം ക്ഷമിക്കും, ഏത് ദൂഷണവും ദൈവം ക്ഷമിക്കും. എന്നാൽ ആത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കയില്ല. തനിക്കെതിരായി ദൂഷണം പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു ആളത്തമായിരിക്കണം. ആത്മാവിന് നേരെയുള്ള പാപം ദൈവം ക്ഷമിക്കയില്ല എന്ന് പല ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ അനന്യാസിനോടും സഫീറയോടും പത്രോസ് പറയുന്നതും ഇത് തന്നെയാണ്. തങ്ങൾക്കുള്ളത് വിറ്റ് അതിലേറിയ പങ്കും മറച്ചു വെച്ച് ഒരു ചെറിയ ഭാഗം മാത്രം അപ്പോസ്തലന്മാരുടെ കൈകളിൽ കൊടുക്കാൻ വരുമ്പോൾ അതൊരു വലിയ പാപമാണ്, ആത്മാവിനെതിരെയുള്ള പാപമാണെന്ന് പത്രോസ് ചൂണ്ടിക്കാട്ടുകയും അവരുടെ ആ പാപം നിമിത്തം അവരെ മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ദൃഷ്ടാന്തം നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് ആത്മാവിന് നേരെയുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്നും മറ്റേത് ദോഷവും ക്ഷമിക്കുമെന്നും കർത്താവ് തന്നെ നമ്മോട് പറയുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് പദങ്ങൾ ചേർക്കുക, ചിതറിക്കുക എന്നുള്ളതാണ്. ഇത് കൊയ്ത്തിനോടുള്ള ബന്ധത്തിലുള്ള വാക്കുകളാണ്. കൊയ്ത്തിൽ സഹകരിക്കാത്തവൻ മണികളെ ചിതറിക്കുകയാണ്. ഇടയന്മാരോടുള്ള ബന്ധത്തിലും ഇതിന് പ്രസക്തിയുണ്ട്. ആടിനെ ആലയിലേക്ക് കൂട്ടിച്ചേർക്കാത്തവൻ അവയെ ചിതറിച്ച് അപകടത്തിലാക്കുകയാണ്. സാത്താനെതിരെയുള്ള യുദ്ധത്തിൽ നമ്മുടെ സേവനം ക്രിസ്തുവിനും സഭയ്ക്കും വേണ്ടി അല്ലെങ്കിൽ നാം സാത്താന്റെ ഭാഗം ചേർന്ന് അവന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നതാണ് അർത്ഥം. നിഷ്പക്ഷ നില ഇല്ല. ഭീരുത്വം പലരെയും ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ ഇടയാക്കുന്നില്ല. ഇതിനെതിരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കർത്താവ് നൽകുന്നത്. പുതിയ ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം അനുഗ്രഹകരമായി ക്രിസ്തുപക്ഷത്തിൽ നിന്ന് ജീവിപ്പാനും നിലപാടുകൾ എടുക്കാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിലും കരുണയിലും ബലഹീനരായ അടിയങ്ങളെ താങ്ങണമേ. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും നന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.